വ്യത്യസ്ത സ്വഭാവക്കാരായ ആൾക്കാരെ ദൈവം തൻ്റെ മഹത്വത്തിനായിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ 12 പേരും 12 സ്വഭാവമുള്ളവരായിരുന്നു. യേശുവിൻ്റെ മാർവോട് എപ്പോഴും ചാരി ആ നെഞ്ചിൻ്റെ ചൂടൊക്കെ ഏറ്റുകൊണ്ട് കിടന്ന യോഹന്നാനെ പോലെയുള്ളവരുണ്ട്. എടുത്തുചാട്ടക്കാരനായ പത്രോസിനെ പോലെയുള്ളവരുണ്ട്. പെട്ടെന്ന് തുണ്ടൻ രണ്ടെന്നുള്ള ഒരു പ്രകൃതക്കാരനായിരുന്നല്ലോ. യേശുവിന് വേണ്ടി മരിക്കാനും തയ്യാറായിരുന്നു. യേശുവിനെ തള്ളിപ്പറഞ്ഞ് പിരാകാനും മുന്നിലായിരുന്നു. ചിലരങ്ങനെയാണ്. അവര് എന്താ പറയുന്നത്, പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പിന്നെ 11:1 എന്ന് പറയുന്ന ഒരു റേഷ്യോ സാധാരണ പറയാറുണ്ട്. 11:1 എന്ന് പറഞ്ഞാൽ ചിലർ സാധാരണ പറയുന്നതാണ് 12 വിശ്വാസികളിൽ ഒരാൾ കള്ളനാണെന്ന്. അതാണ് 11:1 റേഷ്യോ. അത് അത്ര ഗൗരവമായിട്ടൊന്നും എടുക്കണ്ട. പക്ഷെ അത് പറയാനുള്ള കാരണം യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവൻ കള്ളനായിരുന്നു. അത് മറ്റാരുമല്ല, ശീമോൻ ഈസ്കറിയോത്താവിൻ്റെ മകനായ യൂദാ ഈസ്കറിയോത്ത. അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തരായ ആളുകൾ, വ്യത്യസ്ത സ്വഭാവക്കാരായ ആളുകളെ ഒന്നിച്ചാണ് യേശു തൻ്റെ ശുശ്രൂഷയിൽ കൊണ്ടുപോയി നടന്നത്. എന്നാൽ ഇതിൻ്റെ അകത്ത് തീരെ വിശ്വാസമില്ലാത്തതായിട്ട് നമ്മളൊക്കെ വിളിപ്പേര് വിളിക്കുന്ന, സംശയിക്കുന്ന തോമസ് എന്ന് പറയുന്ന, തോമസ് ലീഹ എന്നൊക്കെ ബഹുമാനത്തോടു കൂടെ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്തു നിന്നുള്ള ചില ചിന്തകളായതുകൊണ്ട് ആ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു, അദ്ദേഹത്തെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി എന്നുള്ള കാര്യങ്ങൾ അത്ര വ്യക്തമായ തെളിവുകളൊന്നും വേദപുസ്തകത്തിലില്ല. പക്ഷെ ഒത്തിരി ചരിത്രപരമായ രേഖകളുണ്ട്, സഭാ ട്രഡീഷൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ വേദപുസ്തകത്തിൽ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കാണുന്നത് സംശയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഞാൻ പറഞ്ഞു, യേശുവിനോടുകൂടെയുള്ള ശുശ്രൂഷ കാലഘട്ടത്തിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത പത്രോസിനെ പോലെയുള്ളവർ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ പത്രോസിനെ പോലെയൊക്കെ ഉള്ളവരുടെ കൂട്ടത്തിലൊന്നും ഈ ശിഷ്യനായ തോമസിനെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ഒന്നും ബൈബിളിൽ ഒരുപാട് റെക്കോർഡ്സ് ഒന്നുമില്ല. വളരെ കുറച്ച് ചെറിയ 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 എന്താ പറയുന്നത്, ഈ ഗ്ലിംസസ് എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് മറിഞ്ഞു കിടപ്പുണ്ട്. ആ ഭാഗങ്ങളെല്ലാം ഒന്ന് ചേർത്ത് ചിന്തിച്ച് വായിച്ച് ഞാൻ ഒരു മെസ്സേജ് എൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തോമസ് എന്ന് പറയുന്ന, അപ്പസ്റ്റൽ തോമസ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഇടങ്ങളിലൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. സത്യത്തിൽ അത് വായിച്ച് ഞാൻ പലപ്പോഴും ഒരുപാട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. വേദപുസ്തകത്തിൽ വായിച്ച് എനിക്ക് ചിരി വന്നൊരു ഭാഗം അതാണ്. എന്ന് പറഞ്ഞാൽ ലാസർ മരിച്ചു കിടക്കുമ്പോൾ ലാസറിന്റെ വീട്ടിലേക്ക് ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് യേശു പോകുന്ന ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. അപ്പൊ യേശു, എൻ്റെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, ഞാൻ അവനെ ഉയർപ്പിക്കാൻ പോകുന്നു, വരിക എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് താൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് ലാസറിന്റെ വീട്ടിലേക്ക് യേശു പോകുമ്പോൾ, ഞാൻ ഉയർപ്പിക്കാനായിട്ട് പോകുന്നു, ഞാൻ എൻ്റെ സ്നേഹിതനെ ഉണർത്താൻ പോകുന്നു എന്നൊക്കെ യേശു പറഞ്ഞപ്പോൾ മറ്റുള്ള ശിഷ്യന്മാരൊന്നും ഒന്നും പറഞ്ഞില്ല. കാരണം യേശു അത്ഭുതം ചെയ്യുന്നതും അടയാളം ചെയ്യുന്നതും എല്ലാം കണ്ട് ഒരുപക്ഷെ അവരുടെ ഉള്ളിലൊക്കെ വിശ്വാസം ഉണ്ടാകും. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്നെ ചിന്തിപ്പിച്ചത്. യോഹന്നാൻ 10:16, ദിദിമോസ് എന്ന തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞു. നോക്കിക്കേ, അത്ഭുതം ചെയ്യാനായിട്ട് യേശു ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യൻ പറയുകയാണ്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നമ്മളും അവിടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അടി കിട്ടും, നമ്മൾ ചാകും. സത്യം പറഞ്ഞാൽ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് യേശുവിൻ്റെ കൂടെ നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ചിന്തിക്കാനായിട്ട് പറ്റും, ഇല്ലേ? ഞാൻ ഈ പലരുമായിട്ട് ഈ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുകയും
ആത്മീയമായ ഉപദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചിലർക്ക് ദൈവത്തിൽ വിശ്വസിക്കാനും ചിലർക്ക് ദൈവത്തിൽ ആശ്രയിക്കാനും ഒരു നാച്ചുറൽ എബിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചിലർ പ്രാർത്ഥിക്കാൻ അവർക്കൊരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്. ഇനി അവരുടെ ചെറുപ്പകാലങ്ങളിൽ തൊട്ട് അവരിത് കണ്ടു വളർന്നതായോണെന്ന് അറിയത്തില്ല. ചിലർ ദൈവം എന്താ പറഞ്ഞാലും ഇത് വിശ്വസിക്കുന്നവരുണ്ട്. ചിലർ ഒരു സംശയം കൂടാതെ വിശ്വസിക്കുന്നവരുണ്ട്. അന്ധമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് വ്യത്യസ്തതകളുണ്ട്. ചിലർക്ക് അത് പറ്റത്തില്ല. അവർക്ക് ഈ റീസണിങ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവർ കുറച്ച് സ്കെപ്റ്റിക്കലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവർ നാച്ചുറലി അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയുള്ളവരെയും ദൈവം ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളവരെയും ദൈവം ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവരെ തള്ളിക്കളയുക അല്ല, അവരെയും തന്നോടുകൂടെ ചേർത്ത് പിടിച്ച് തൻ്റെ പദ്ധതികളിൽ അതേ ഭാഗഭാക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തോമസ് എന്ന് പറയുന്ന ആ സ്വഭാവമുള്ള വ്യക്തിയെയും ദൈവം തെരഞ്ഞെടുത്തത് എന്നുള്ളത്. നോക്കുക, വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാം ഓരോ സ്വഭാവമുള്ളവരായിരുന്നു. സ്നേഹിച്ചവൻ, എടുത്തുചാട്ടക്കാരൻ, മോഷ്ടിച്ചവൻ, പിന്നെ വിശ്വാസം കുറവുള്ളവൻ, എല്ലാ തരത്തിലുള്ള ആളുകളെയും ഒന്നിച്ചു ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പലപ്പോഴും അക്ഷരാർത്ഥത്തിൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഇതാണ് നമ്മൾ തോമസിനെ ഒന്ന് കാണുന്നത്. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകുക. അപ്പത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് കൊടുത്തപ്പോഴും, രോഗികളെ സൗഖ്യമാക്കിയപ്പോഴും, മരിച്ചവരെ ഉയർത്തിയപ്പോഴും എല്ലാം അതെല്ലാം കണ്ടു നിന്നവന് പോലും ആ ഒരു സ്ഥലത്ത് യേശു അത്ഭുതം ചെയ്യുമോ എന്നുള്ള ഒരു സംശയം തനിക്കുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷനായപ്പോൾ 12 ഒരുവനായി ദീദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. 12 ഒരുവൻ എന്ന് പ്രത്യേകമായി എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. ഓഹ്, ഭയങ്കരമല്ലേ! ആണിപ്പഴുതി കൈയിടണം, ആണിപ്പഴുത് കാണണമെന്നല്ലേ, ഞാൻ തൊട്ട് നോക്കണം, വിലാപ്പുറത്ത് വിരലിടണം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റു എന്ന് എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാത്തിടത്തോളം കാലം ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം. ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളിൽ പ്രിയപ്പെട്ടവർ പലരും പലതരത്തിലുള്ളവരാണ്. ചിലർ പറയുന്നത് എനിക്ക് തീരെ വിശ്വാസമില്ല. വിഷമിക്കണ്ട, നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും നമ്മളെ ഉപയോഗിക്കുവാനും ദൈവത്തിന് കഴിയും. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അവിശ്വാസം ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് തോമസിനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. നമ്മുടെ അവിശ്വാസങ്ങളൊക്കെ നീക്കിക്കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചില ഇൻസിഡൻസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ്, അതുപോലെ തന്നെ മറ്റ് യാക്കോബ് അപ്പോസ്തലൻ, യോഹന്നാൻ, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ചില ശിഷ്യന്മാരുടെ കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയിട്ടുള്ള ചരിത്ര സംഭവങ്ങളിൽ നമ്മൾ തോമസിനെയും നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ അദ്ദേഹത്തെ കാണുന്നില്ല. പക്ഷേ വേദപുസ്തകത്തിൽ നിന്ന് പുറത്തുള്ള ഇതര പാരമ്പര്യങ്ങളും ചരിത്ര രേഖകളും അനുസരിച്ച് AD 52 കൊടുങ്ങല്ലൂരിൽ ഈ സെയിന്റ് തോമസ് അദ്ദേഹം കാലുകുത്തുകയും 7 പള്ളികൾ കേരളത്തിൽ സ്ഥാപിച്ച് പിന്നീട് മൈലാപ്പൂരിൽ ആണല്ലോ ഇല്ലേ, ഓക്കെ, അവിടെ അദ്ദേഹം AD 72-74 കാലഘട്ടത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി തീരുകയും ചെയ്തു എന്നാണ് ചരിത്രരേഖകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ സെയിന്റ് തോമസ് അല്ല എന്നുള്ള ചില പഠിപ്പീരുകളുണ്ട്. പോകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. എന്തായാലും ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെടുന്നത് സെന്റ് തോമസിനെയാണ്. ശുദ്ധനായ തോമസ് എന്ന പേരിട്ട് വിളിക്കുന്ന സെയിന്റ് തോമസിനെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, എനിക്ക് വേദപുസ്തകത്തിന് പുറത്തുള്ള ചരിത്രങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ തർക്കങ്ങൾ, അതിൻ്റെ വശങ്ങളിലേക്ക് പോകാനായിട്ടൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എല്ലാ തരത്തിലുള്ള ആളുകളെയും എല്ലാ തരത്തിലുള്ള സ്വഭാവക്കാരെയും ദൈവം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് അറിയിക്കുമ്പോൾ, ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വാസം കുറവാണെങ്കിലും അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, ഉറപ്പോടെ കർത്താവിന് വേണ്ടി നിൽക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ.